നമസ്കാരം. ധാരാളം മണ്ടന്മാരെ മന്ത്രി കസേരയിൽ നിരന്തരം കാണുന്നവരാണ് നമ്മൾ. എന്താണ് പറയുന്നത് എന്നതിനെക്കുറിച്ച് പോലും ധാരണയില്ലാത്ത മന്ത്രിമാർ നമുക്കിടയിൽ ധാരാളമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞു പോകുന്ന മന്ത്രിസഭയിലെ മണ്ടന്മാരുടെ പേരെണ്ണിയാൽ അവരായിരിക്കും കൂടുതൽ എന്നതുകൊണ്ട് മെനക്കെടുന്നില്ല. ഇനിയിപ്പോൾ UDF അധികാരത്തിൽ വന്നാൽ ഒരു പുതിയ മന്ത്രിസഭ വരുമ്പോൾ യാതൊരു യോഗ്യതയും ഇല്ലാത്ത ചിലരൊക്കെ മന്ത്രിയാകുമെന്ന് ഉറപ്പാണ്. പാരമ്പര്യമായി മന്ത്രിസ്ഥാനം ലഭിക്കുന്ന ചില മണ്ടന്മാർ പോലും ഇനി സത്യപ്രതിജ്ഞ ചെയ്യാനിരിക്കുന്നു. എന്നാൽ മിടുക്കന്മാരിൽ മിക്കവരും രാഷ്ട്രീയത്തിലേക്ക് വരാറില്ല. ഉദ്യോഗം കിട്ടാത്ത, കച്ചവടം ചെയ്യാൻ അറിയാത്ത, തഴയപ്പെട്ട പലരുമാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു മിടുക്കൻ രാഷ്ട്രീയത്തിൽ വന്നാൽ ഇടയ്ക്ക് വെച്ച് അവന് രാഷ്ട്രീയം അവസാനിപ്പിച്ചു പോകേണ്ടി വരും. അങ്ങനെ ബഹുമുഖ പ്രതിഭയായിരുന്ന, സജീവമായിരുന്ന കാലത്ത് മുഖ്യമന്ത്രി പോലും ആകുമെന്ന് ആളുകൾ കരുതിയ, എന്നാൽ ഇടക്കാലത്ത് വെച്ച് മനസാക്ഷിയോട് നീതി പുലർത്താൻ കഴിയാത്തതുകൊണ്ട് രാഷ്ട്രീയം വിട്ട് മറ്റു പൊതുപ്രവർത്തനം നടത്തി അകാലത്തിൽ പൊലിഞ്ഞുപോയ പ്രതിഭയാണ് ഡിജോ കാപ്പൻ. ഡിജോ കാപ്പനെ നമ്മളൊക്കെ അറിയുന്നത് പൊതുഗതാഗതവുമായും പബ്ലിക് അക്കൗണ്ടബിലിറ്റിയുമായി ബന്ധപ്പെട്ട് ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആളെന്ന നിലയിലാണ്. എന്നാൽ ഡിജോ കാപ്പനെ അറിയാവുന്നവർക്കറിയാം, ഡിജോയെ പോലെ പ്രഗത്ഭനായ, മിടുക്കനായ ഒരു നേതാവ് കേരളത്തിൽ ജീവിച്ചിരുന്നില്ല. പാലായിലെ പുരാതനമായ കാപ്പൻ കുടുംബാംഗമാണ്. പാലാ സെന്റ് തോമസ് കോളേജിലാണ് പഠനം തുടങ്ങിയത്. പിന്നീട് കളമശ്ശേരി രാജഗിരിയിലും തിരുവനന്തപുരം കാര്യവട്ടം കാമ്പസിലും പഠിച്ചു. കേരള കോൺഗ്രസ് പോലൊരു പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടും 3 യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി ഇദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുന്നു. ഒരു സമയത്ത് കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഡിജോ കാപ്പൻ എന്നോർക്കണം. KSC എന്ന കേരള കോൺഗ്രസിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെയും യൂത്ത് ഫ്രണ്ട് എന്ന കേരള കോൺഗ്രസിന്റെ യുവജന പ്രസ്ഥാനത്തിന്റെയും പ്രസിഡന്റ് ആയിരുന്നു. പാലാ സെന്റ് തോമസ് കോളേജിൽ മത്സരിച്ച് അദ്ദേഹം കോളേജ് യൂണിയൻ ചെയർമാൻ ആയപ്പോൾ അദ്ദേഹം തോൽപ്പിച്ച ജോർജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെയാണ് യൂണിയൻ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചത്. അത്ര വേറിട്ട വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു കാപ്പൻ. ചെറിയ പ്രായത്തിൽ തന്നെ കാപ്പൻ എത്തപ്പെടാത്ത ഇടങ്ങളൊന്നുമില്ല. പക്ഷെ രാഷ്ട്രീയത്തിലെ കുതികാൽ വെട്ടും ചതിയും വഞ്ചനയും ഇടിച്ചു കയറിയാൽ മാത്രം മുമ്പോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യവും കാപ്പനെ നിരാശപ്പെടുത്തുകയും ദീർഘനാൾ മുമ്പ് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുകയും ചെയ്തു. അവസാന രാഷ്ട്രീയ പ്രവർത്തനം ബാലകൃഷ്ണപിള്ളയ്ക്കൊപ്പമായിരുന്നു. പിള്ളയുടെ രണ്ടാമനായിരുന്നു. MLAയും മന്ത്രിയും ഒക്കെ ആകുമെന്ന് കണക്കാക്കപ്പെട്ടയാൾ. പക്ഷെ രാഷ്ട്രീയം വേണ്ടെന്ന് വെച്ച് സജീവമായി പൊതുപ്രവർത്തനത്തിലേക്ക് മാറി. അക്കാലത്ത് ബാങ്കിംഗ് മേഖലയിൽ ഉന്നത പദവി വഹിച്ചിരുന്ന പാലായിലെ ജെയിംസ് വടക്കനോട് ചേർന്ന് സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ എന്ന ഒരു സ്ഥാപനം ആരംഭിക്കുന്നു. പൊതുഗതാഗതത്തിന് വേണ്ടിയും പബ്ലിക് അക്കൗണ്ടബിലിറ്റിക്ക് വേണ്ടിയും ധാരാളം നിയമ പോരാട്ടങ്ങൾ നടത്തി സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ. നമ്മുടെ നാട്ടിലെ പല നിയമങ്ങളും പൊതുസമൂഹത്തെ സഹായിക്കുന്ന പല സംവിധാനങ്ങളും ഒരുക്കിയത് ഡിജോയുടെ നേതൃത്വത്തിലുള്ള സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷന്റെ നിയമ പോരാട്ടം വഴിയാണ്. KSRTC അടക്കമുള്ളവയ്ക്ക് വേണ്ടി ധാരാളം തവണ കേസ് നടത്തി വിജയിച്ചു. പൗരാവകാശങ്ങൾക്ക് വേണ്ടി അവസാന നിമിഷം വരെ ശബ്ദമുയർത്തി. ഒരു രാഷ്ട്രീയക്കാരനല്ലെങ്കിൽ കൂടി ഒരു വ്യക്തി വിചാരിച്ചാൽ ഒരു സമൂഹത്തിന് എന്ത് സംഭാവന ചെയ്യാൻ കഴിയും എന്നതിന് ഉദാഹരണമായിരുന്നു ഡിജോ കാപ്പന്റെ ജീവിതം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും മാതൃകാ പുരുഷനായി അധികാര സ്ഥാനങ്ങളിൽ നിന്ന് മാറി തൻ്റെ ഉന്നതമായ ബന്ധം ഒരു തരത്തിലും ദുരുപയോഗിക്കാതെ, ആ ബന്ധങ്ങളിൽ നിന്നും 1 രൂപയുടെ ലാഭമുണ്ടാക്കാതെ അദ്ദേഹം ജീവിച്ചു. ഭാര്യ മിനി കാപ്പൻ കേരള യൂണിവേഴ്സിറ്റിയിലെ ഉന്നത പദവിയിലായിരുന്നു. ഗവർണറും സർക്കാരും തമ്മിൽ ഭിന്നതയുണ്ടായപ്പോൾ രജിസ്ട്രാറുടെ ചുമതല കുറച്ചുകാലം മിനി കാപ്പന് കിട്ടുന്നു. ഈ സമയത്ത് ഈ വിവാദങ്ങളിലൊന്നും പെടാതെ മാറി നിൽക്കുന്നു ഡിജോ കാപ്പൻ. അങ്ങനെ അവർ തിരുവനന്തപുരത്തേക്ക് താൽക്കാലിക താമസമാക്കുന്നു. തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ നിന്നും കാർ എടുക്കുമ്പോൾ ബ്രേക്കിന് പകരം ആക്സിലേറ്ററിൽ ചവിട്ടി വലിയൊരു അപകടമുണ്ടായി. ആ അപകടത്തിൽപ്പെട്ട് മാസങ്ങളായി ചികിത്സയിലായിരുന്നു കാപ്പൻ. അതീവ ഗുരുതരമായ അപകടത്തിൽ കാപ്പൻ മരിച്ചു പോകുമെന്ന് അന്ന് തന്നെ ആശങ്കപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് രാവിലെ പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് അകാലത്തിൽ കാപ്പൻ പൊലിഞ്ഞു. കാപ്പൻ അവശേഷിപ്പിച്ചു പോയത് സമാനതകളില്ലാത്ത പൊതുപ്രവർത്തനത്തിന്റെ പാരമ്പര്യമാണ്. പരിചയപ്പെട്ട സകല മനുഷ്യർക്കും മറക്കാനാവാത്ത അനുഭവമായിരുന്നു ഡിജോ കാപ്പൻ. ഡിജോ കാപ്പനും ജെയിംസ് വടക്കനും ചേർന്ന് തുടങ്ങിയ സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ ഇനി മുതൽ ഡിജോ കാപ്പൻ സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ എന്നറിയപ്പെടുമെന്ന് ജെയിംസ് വടക്കൻ മറുനാടൻ അറിയിച്ചിട്ടുണ്ട്. ഡിജോ കാപ്പനുള്ള ആദ്യത്തെ സ്മാരകമായി അത് മാറും. ഡിജോ കാപ്പന്റെ ഇടപെടലിലൂടെ ആയിരക്കണക്കിന് സാധാരണ മനുഷ്യർക്ക് ജീവിതത്തിൽ പ്രതീക്ഷയും പ്രത്യാശയും ലഭിച്ചിട്ടുണ്ട്. അകാലത്തിൽ പൊലിഞ്ഞുപോയ ഡിജോ കാപ്പൻ എന്ന യഥാർത്ഥ പൊതുപ്രവർത്തകന് ആദരാഞ്ജലികൾ.